നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് തിരിയാം. 1 Timothy chapter 6. 1 തിമോത്തിയോസ് 6-ാം അധ്യായം. അതിൻ്റെ 11-ാമത്തെ വാക്യം, verse 11. 1 Timothy chapter 6 and verse 11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ മകനായ തിമോത്തിയോസിന് കൊടുക്കുന്ന ക്രിസ്തീയ ജീവിതം, പ്രവർത്തനം, ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളിലുള്ളത്. നമുക്കറിയാം തിമോത്തിയോസിൻ്റെ 1-2 ലേഖനങ്ങളിലുള്ളത്. തിമോത്തിയോസ് തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശുശ്രൂഷയിലും ജീവിതത്തിലും പാലിക്കേണ്ട പ്രമാണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദകരമായി ഭക്തിയുള്ള ജീവിതം നയിക്കാൻ ആവശ്യമുള്ള സഹായകരമായ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തിമോത്തിയോസിന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇത് നമുക്കുമുള്ള നിർദ്ദേശങ്ങളാണ്. ദൈവഭക്തിയോടുകൂടെ ജീവിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യാനായിട്ട് നമുക്കുമുള്ള നിർദ്ദേശങ്ങളാണ്. These are instructions not only to Timothy, these are instructions for each one of us to live a godly life. അവിടെ ആരംഭിക്കുന്നത് നീയോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. But you. അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ മുകളിൽ വേറെ ചിലരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പണത്തെ സ്നേഹിക്കുന്ന ചില ആളുകളുടെ കാര്യം, ദ്രവ്യാഗ്രഹികളായ ചില ആളുകളുടെ കാര്യം, അതുപോലെ അതിൻ്റെ 3-4 വാക്യങ്ങളിൽ തെറ്റായ ഉപദേശം പിടിച്ചിരിക്കുന്നതായ ചില ആളുകളുടെ കാര്യങ്ങൾ, വ്യർത്ഥവാദം നടത്തുന്ന, ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. Chapter 6, starting from verse 3, Paul talks about some ungodly people who hold wrong doctrines, തെറ്റായ ഉപദേശങ്ങൾ പിടിച്ചിരിക്കുന്നവർ, people who run after money, people who are covetous, ദ്രവ്യാഗ്രഹരായ ആളുകൾ, അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാണ് 11-ാം വാക്യത്തിൽ നീയോ എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തനായി എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. In contrast to those people of whom I spoke earlier, but you have to be different. അവരിൽ നിന്ന് നീ വ്യത്യസ്തനായിരിക്കണം. ദൈവഭക്തി ആദായസൂത്രമായിട്ട് വിചാരിക്കാത്ത, ഭക്തിക്കത്ത ഉപദേശം അനുസരിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ നീ അവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുക. അവിടെ പൗലോസ് വിളിക്കുന്ന ഒരു പേര് ദൈവത്തിന്റെ മനുഷ്യൻ, യു മാൻ ഓഫ് ഗോഡ്. വേദപുസ്തകത്തിൽ ചുരുക്കം ചില ആളുകളെ കുറിച്ച് പഴയത്തിലൊക്കെ ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. പുതിയ നിയമത്തിൽ ഇവിടെ ഇതാ തിമോത്തിയോസിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ദൈവത്തിന്റെ മനുഷ്യൻ. ടിമോത്തി, എ മാൻ ഓഫ് ഗോഡ്. ഹൂ ഈസ് എ മാൻ ഓഫ് ഗോഡ്? ആരാണ് ദൈവ മനുഷ്യൻ? A man who reminds us of God and causes us to glorify God. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദൈവമനുഷ്യൻ. A man who reminds us of God. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ളതായ പ്രേരണ നമുക്ക് തരിക. അങ്ങനെയുള്ള ഒരാളാണ് മാൻ ഓഫ് ഗോഡ്, ദൈവ മനുഷ്യൻ എന്ന് പറയുന്നത്. നാമുമായിട്ട് ആളുകൾ ഇടപെടുമ്പോൾ, നമ്മളെ കാണുമ്പോൾ, നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ ഇടയാകുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മോട് ഇടപെടുന്ന ആളുകൾക്ക് ചിന്ത ഉണ്ടാകുമോ? അതാണ് ദൈവ മനുഷ്യൻ. മാത്രമല്ല, ദൈവമനുഷ്യൻ എന്നുള്ളതിന് വേറൊരു നിർവചനവും ദൈവദാസന്മാർ കൊടുത്തിട്ടുണ്ട്. എ മാൻ വിത്ത് എ ഗോഡ് ലൈക്ക് ക്യാരക്ടർ. ദൈവത്തിന്റെ സ്വഭാവമുള്ള ആളാണ് ദൈവമനുഷ്യൻ. എ മാൻ ഓഫ് ഗോഡ് ഹൂ ഹാസ് എ ഗോഡ് ലൈക്ക് ക്യാരക്ടർ. ദൈവ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ആളുകൾ,
ദൈവത്തിന്റെ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ആളുകൾ. ഗോഡ്ലിനെസ് എന്നാണ് ഇംഗ്ലീഷിൽ ഭക്തിക്ക് പറയുന്നത്. ഗോഡ്ലിനെസിന്റെ ഒരു നിർവചനം ഗോഡ് ലൈക്ക്നെസ് എന്നാണ്. ഗോഡ്ലിനെസ് ഈക്വൽ ടു ഗോഡ് ലൈക്ക്നെസ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ജീവിതം. അങ്ങനെയുള്ള ഒരാളാണ് ദൈവമനുഷ്യൻ. പൗലോസ് പറയുകയാണ്, ദൈവഭക്തിയുടെ പേര് പറഞ്ഞ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവര്, പണത്തിന്റെ പിന്നാലെ പോകുന്നവര്, ഭക്തിക്ക് ചേരാത്ത ഉപദേശങ്ങൾ പിടിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നീ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കണം. നീ എങ്ങനെയുള്ളവനായിരിക്കണം? നീ ദൈവമനുഷ്യനായിരിക്കണം. നിന്നെ കാണുന്നവർ ദൈവത്തെക്കുറിച്ച് ഓർക്കാനിടയാകണം. നീ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവനായിരിക്കണം. You should be different from all the others and you should manifest God's character. You should demonstrate God's character. You should remind people about God. അതാണ് ദൈവമനുഷ്യൻ എന്ന് പറഞ്ഞാൽ. നീ അങ്ങനെയുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളവനായിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വിട്ട് ചില കാര്യങ്ങളെ പിൻപറ്റണം. അത് വിട്ടോടി 11-ാം വാക്യത്തിൽ യു ഷുഡ് ഫ്ലീ ഫ്രം ദോസ് തിങ്സ്. അത് ഏത് കാര്യമാണെന്ന് മോളി പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ സ്വഭാവം, ദ്രവ്യാഗ്രഹം വിട്ടോടണം. ദൈവഭക്തിയെ ആദായസൂത്രമായി വിചാരിക്കുന്ന ആ ലൈഫ് സ്റ്റൈൽ വിട്ടോടണം. തെറ്റായ ഉപദേശങ്ങൾ പിടിച്ചിരിക്കുന്ന അത് വിട്ടോടണം. അപ്പോൾ ദൈവഭക്തനായി ദൈവമനുഷ്യനായി ജീവിക്കണമെങ്കിൽ നീ ചില കാര്യങ്ങളെല്ലാം മനഃപൂർവ്വമായിട്ട് വിട്ടോടണം. You should flee from certain things if you want to be a man of God. അതെന്തൊക്കെയാണ് വിടേണ്ടത്? You should flee covetousness. You should flee wrong doctrines. തെറ്റായ ഉപദേശങ്ങൾ വിടണം. ദ്രവ്യാഗ്രഹം വിടണം. ഭക്തിക്ക് ചേരാത്ത ജീവിതശൈലി വിടണം. അത് നീ വിട്ടോടണം. You should flee from those things. എന്ന് മാത്രമല്ല, നീ ചില കാര്യങ്ങളെ പിന്തുടരണം. അതിന്റെ 11-ൽ പറയാണ്, you should follow after certain things. You should flee from certain things and follow after certain things. ചില കാര്യങ്ങളെ നീ വിടണം, ചില കാര്യങ്ങളെ നീ പിൻപറ്റണം. എന്തൊക്കെയാണ് പിൻപറ്റേണ്ടത്? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരണം. ഇതിൽ ഭക്തി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഓരോ കാര്യത്തെക്കുറിച്ചും പറഞ്ഞാൽ നല്ലതാണ്. അത് കുറെ ദിവസങ്ങൾ എടുക്കും അത് പറയണമെങ്കിൽ. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ തിമോത്തിയോസ് പിൻപറ്റണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിൽ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം എടുത്ത് ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There are many things that Timothy is asked to follow, but we would just look at just one of those qualities. That is godliness. ഭക്തി നീ പിൻപറ്റണം. ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിലും പുതിയ നിയമ ലേഖനങ്ങളിലും വളരെ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഭക്തി. നമ്മളത് ശ്രദ്ധിച്ച് കാണുകയില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഭക്തിയെക്കുറിച്ച് വാക്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാൽ ഇത്രയധികം പ്രാവശ്യം ഭക്തിയെക്കുറിച്ച് തിമോത്തിയോസിന്റെ ലേഖനത്തിലും പുതിയ നിയമ ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബന്ധത്തിൽ അത് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്. The New Testament talks a lot about godliness. There are many references to godliness. നിങ്ങളും ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്നാൽ ഇന്ന് അതിന്റെ പ്രാധാന്യം എന്താണെന്ന് സൂചിപ്പിക്കുന്ന കുറെ വാക്യങ്ങൾ നമുക്കൊന്ന് റെഫർ ചെയ്യാം. അപ്പോഴാണ് ഇത്രയധികം വാക്യങ്ങൾ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മളത് ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ഇത്രയും അധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു പക്ഷേ നാം ശ്രദ്ധിച്ചു കാണുകയില്ല. നമുക്ക് അതിൽ ചില ഓരോ വാക്യം വിശദീകരിക്കുകയല്ല, എന്നാൽ ആ ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 2:2, 1 Timothy chapter 2 and മലയാളത്തില് 2:1, 1 Timothy 2:1. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ ജീവനം കഴിക്കേണ്ടതിന് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We are asked to intercede for those in authority that we may be able to live a godly life. എന്തിനാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അരിയുടെ വില കുറയാനും പെട്രോളിന്റെ വില കുറയാനും മാത്രമല്ല, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? സർവഭക്തിയോടും കൂടെ എല്ലാവരും ജീവിക്കാൻ അനുകൂലമായൊരു പരിതസ്ഥിതി നമുക്ക് ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. അപ്പോ പൗലോസ് പറയാണ്, എല്ലാവരും
ഭക്തിയോടുകൂടെ ജീവിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഗോഡ് വാണ്ട്സ് ഓൾ മെൻ ടു ലിവ് എ ഗോഡ്ലി ലൈഫ്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അതിന്റെ 10-ാം വാക്യം നോക്കിയേ, വേഴ്സ് 10 ഓഫ് ദ സെയിം ചാപ്റ്റർ. 10-ാം വാക്യത്തിൽ, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവകൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകളും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ മറ്റ് ഡെക്കറേഷൻസിലും എല്ലാത്തിലും ദൈവഭക്തിക്ക് യോജ്യമായിട്ട് വേണം അവരാ കാര്യങ്ങൾ ചെയ്യുവാൻ. അവിടെയും ദൈവഭക്തിയെ കുറിച്ച് പറയും. അപ്പോൾ എല്ലാവരും ദൈവഭക്തിയായി ജീവിക്കാൻ പ്രാർത്ഥിക്കണം. പിന്നെ ദൈവഭക്തിക്ക് യോജിക്കുന്ന നിലയിൽ വേണം സ്ത്രീകളും പ്രത്യേകം അവരെ തന്നെ അവർ അലങ്കരിക്കുവാൻ. മൂന്നാമത്, അതിന്റെ 3-ന്റെ 16-ാമത്തെ വാക്യത്തിൽ, 3-ന്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവഭക്തിയുടെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ വിശദീകരിക്കാൻ ആവശ്യമുള്ളതാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 3-ന്റെ 16-ാമത്തെ വാക്യം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള തന്റെ ജീവിതത്തിന്റെ രത്നച്ചുരുക്കം പറഞ്ഞിരിക്കുകയാണ്. Chapter 3 verse 16 talks about the life of Jesus from his incarnation to his ascension. And Paul says, this is the mystery of godliness. ദൈവഭക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് മുതൽ അവൻ സ്വർഗാരോഹണം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ടത് വരെയുള്ളതായ ആ ജീവിതം, അതാണ് ദൈവഭക്തിയുടെ സം ആൻഡ് സബ്സ്റ്റൻസ്. ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, that which was revealed in Christ, that is true godliness. ദൈവഭക്തിയുടെ മർമ്മം. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരിക. ചാപ്റ്റർ 4 അതിന്റെ 8-ാമത്തെ വാക്യം, 4-ന്റെ 8. ചാപ്റ്റർ 4 വേഴ്സ് 8. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. Godliness is profitable in this life and also in the life to come. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ് ദൈവഭക്തി. ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ പ്രയോജനമുള്ളതാണ്, പക്ഷേ അതിൽ മിക്ക കാര്യങ്ങളും വരുവാനുള്ള ലോകത്തിൽ ഒരു പ്രയോജനമുള്ളതല്ല. എന്നാൽ ഭക്തിയുടെ പ്രത്യേകത ഈ ലോകത്തിലും പ്രയോജനമുണ്ട്, പിന്നെ വരുവാനുള്ള ലോകത്തിലും അതിന്റെ നന്മ, അതിന്റെ പ്രതിഫലം, അതിന്റെ ക്രെഡിറ്റ് നമുക്ക് ലഭിക്കും. എത്രയോ വലിയൊരു കാര്യമാണ്. Godliness is beneficial in this life and godliness will fetch us rewards and blessings in the life to come also. ഈ ലോകത്തിലും വരുവാനുള്ളതിലും അത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം നോക്കുക. ചാപ്റ്റർ 6 വേഴ്സ് 5. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി, അതിന്റെ മലയാളത്തിൽ 6-ാമത്തെ വാക്യം. അവിടെ 5-ാം വാക്യത്തിൽ ദൈവഭക്തി ആദായ സൂത്രം എന്ന് ചിലർ വിചാരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 6-ാം വാക്യം നോക്കുക. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്ന ദാനം. Godliness with contentment is great gain. വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ദൈവഭക്തി. നമുക്കറിയാം, ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യവും ലാഭം ഉണ്ടാക്കാനാ, അല്ലെ? കച്ചവടം ചെയ്യുന്ന എന്തിനാ? ലാഭം ഉണ്ടാക്കാനാ. ബാങ്കിൽ കാശിടുന്നത് എന്തിനാ? ലാഭം ഉണ്ടാക്കാനാ. ജോലി ചെയ്യുന്ന എന്തിനാ? ലാഭം ഉണ്ടാക്കാനാ, അല്ലെങ്കിൽ അതിൽ നിന്ന് ശമ്പളം ലഭിക്കാൻ വേണ്ടിയാ. എന്നാൽ ഇവിടെ പറയുകയാണ്, വലിയ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ഉണ്ട്. ബിസിനസ് അല്ല, ഒരു കാര്യമുണ്ട്. അതെന്താ? അത് there is something that will fetch great rewards, great profit. അതെന്താ? ദൈവഭക്തി. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തി പോലെ ആദായം നൽകുന്ന വേറൊരു കാര്യമില്ല. ഈ ലോകത്തിലും ദൈവഭക്തി കൊണ്ട് എല്ലാ നിലയിലുള്ള ആദായമുണ്ട്. വരുവാനുള്ള ലോകത്തിലും ദൈവഭക്തി കൊണ്ട് വളരെ ആദായം ഉണ്ട്. ഇനി ഈ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ മുമ്പേ അത് പറഞ്ഞതാണ്, ഭക്തിക്കൊത്ത ഉപദേശം പിടിക്കാത്ത ആളുകളുണ്ടെന്നൊരു റെഫറൻസ് ഉണ്ട്. There are some people who do not hold the doctrine that goes with godliness. ഭക്തിക്കൊത്ത ഉപദേശം. എന്താ ഭക്തിക്കൊത്ത ഉപദേശം? ഭക്തിക്കൊത്ത ഉപദേശം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച്
വിശുദ്ധിയായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഉപദേശമാണ് ഭക്തിക്കൊത്ത ഉപദേശം. ഒരു ഉപദേശം നല്ലതാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാ? ഈ ഉപദേശം എന്ന് പറയുന്ന ഒരു സീഡ് പോലാണ്, വിത്ത് പോലാണ്. ഇത് വിത്ത് നോക്കിയാൽ ഇത് നല്ലതാണോ, ഇതിൽ നിന്നുണ്ടാകുന്ന മരമല്ല ചെടി നല്ലതാണോ എന്ന് വിത്ത് നോക്കിയാൽ ഒരു നിലയിലും അറിയാൻ പറ്റുകയില്ല. ആ വിത്ത് മുളപ്പിച്ചിട്ടിട്ട് അതിന്റെ ഫലം വരുമ്പോഴാണ് ഇത് നല്ലതാണോ അല്ലയോ എന്ന് അറിയുന്നത്. ഉപദേശം അതുപോലെ. Doctrine is like a seed. If you look at the doctrine, you won't know whether it is good or bad. But if you plant the doctrine and when it brings forth fruit, then you know whether this doctrine is good or not. ഒരു ഉപദേശം നല്ലതാണ്, ഭക്തിക്കൊത്തതാണ് തെളിയുന്നത് എന്താണെന്നറിയാമോ? ആ ഉപദേശം പിടിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അതിന്റെ ഫലം കാണുമ്പോൾ ഈ നല്ല ഉപദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പിടിച്ചിരിക്കുന്ന ഉപദേശം പാപത്തിൽ നിന്ന് എന്നെ കൂടുതൽ വിമുക്തനാക്കുകയും ക്രിസ്തുവിനോട് എന്നെ കൂടുതൽ അനുരൂപനാക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ഞാൻ പിടിച്ചിരിക്കുന്ന ഉപദേശം നല്ലതാണ്. എന്നാൽ ഞാൻ പിടിച്ചിരിക്കുന്ന ഉപദേശം എന്നെ മൂർഖനാക്കുകയാണെങ്കിൽ, എന്നെ മണ്ടനാക്കുകയാണെങ്കിൽ, സ്നേഹമില്ലാത്തവനാക്കുകയാണെങ്കിൽ, ദ്രവ്യാഗ്രഹിയാക്കുകയാണെങ്കിൽ, വഴക്കുണ്ടാക്കുന്നവനാക്കുകയാണെങ്കിൽ, ഞാൻ പിടിച്ചിരിക്കുന്ന ഉപദേശം എത്ര നല്ല ഉപദേശമാണെന്ന് പറഞ്ഞാലും അത് ഭക്തിക്കൊത്ത ഉപദേശമല്ല. The doctrine that I hold, is it good or bad? How do we know? If that doctrine makes me more godly, if that doctrine releases me from sin, gives me victory over sin, if it helps me to grow into Christ likeness, that's a good doctrine. അപ്പൊ ഒരു ഉപദേശം ശരിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവത ദൈവഭക്തിയിൽ വളരാൻ, ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ, കൂടുതൽ വിശുദ്ധമായി ജീവിക്കുവാൻ, പാപത്തിന്റെ മേൽ കൂടുതൽ ജയമുള്ളവനായി തീരുവാൻ ഞാൻ പിടിച്ചിരിക്കുന്ന ഉപദേശം എന്നെ സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നല്ല ഉപദേശമാണ്. എന്നാൽ അങ്ങനെയല്ല, ആ ഉപദേശം കൊണ്ട് ഞാൻ കൂടുതൽ മോശമാകുകയാണെങ്കിൽ ആ ഉപദേശം ശരിയായ ഉപദേശമല്ല. അപ്പോൾ ഭക്തിക്കൊത്ത ഉപദേശം. ഇനി താഴോട്ട് വരുമ്പോൾ അതിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചു, ഭക്തിയെ നാം പിന്തുടരണം. അപ്പോ ഈ 1 തിമോത്തിയോസിൽ എന്തൊക്കെയാ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടോ? 2-3 വാക്യമാണോ ഉള്ളേ? ഒത്തിരി വാക്യമുണ്ട്. എന്തൊക്കെയാ നമ്മൾ ചിന്തിച്ചത്? ഭക്തിയോടെ എല്ലാവരും ജീവിക്കാൻ പ്രാർത്ഥിക്കണം. സ്ത്രീകൾ ദൈവഭക്തിക്ക് അനുസരണമായി വേണം വസ്ത്രധാരണം ചെയ്യുവാനും തങ്ങളെ തന്നെ ഒരുക്കുവാനും. ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഭക്തി ഈ ലോകത്തിൽ വരുവാനുള്ളതിലും പ്രയോജനമുള്ളതാണ്. ഭക്തിക്കൊത്ത ഉപദേശം നമ്മെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. ഭക്തി വലിയ ആദായം വരുത്തുന്നതാണ്. 11ാം വാക്യം, ഭക്തി പിന്തുടരേണ്ടതാണ്. Godliness is something that you have to follow. അപ്പൊ ഇപ്പൊ എത്ര റെഫറൻസ് ആയെന്ന് നോക്കി. 1 തിമോത്തിയോസിൽ തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ്ലി Paul talks about godliness and he reminds Timothy about the importance of godliness over and over and over again. വീണ്ടും 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 ശരിയായ ഉപദേശം പഠിക്കണമെന്ന് മാത്രമല്ല, അത് പ്രധാനമാണ്. എന്നാൽ അതോടൊപ്പം ജീവിതം ഭക്തിയുള്ളതായിരിക്കണമെന്ന് തിമോത്തിയോസിനെ പ്രത്യേകം ഓർപ്പിക്കുക. ഇനി 2 തിമോത്തിയോസിലേക്ക് ഒന്ന് വന്നേ. 2 Timothy chapter 3. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം. അവിടെ അന്ത്യകാലത്തിന്റെ ഒരു 19 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, verses 1 to 5, we read about 15 signs of the end times. 19 കാര്യങ്ങൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. 19 signs of the characteristics of men in the last days. ഒടുവിലത്തെ അന്ത്യകാലത്ത് ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അന്ത്യകാല ലക്ഷണങ്ങൾ എന്ന് പ്രാവചനികമായി പറയുന്ന ഒത്തിരി കാര്യമുണ്ട് അല്ലെ? പുസ്തകത്തിലുണ്ട്. യുദ്ധങ്ങൾ ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, രോഗം വരും, ഭൂകമ്പം വരും. അതെല്ലാം എൻഡ് ടൈം സയൻസ് ആണ്. അത് ലോകത്തിൽ പൊളിറ്റിക്സിൽ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ തിമോത്തിയോസ് പറയുന്നത് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യമല്ല, പൊളിറ്റിക്സിലെ കാര്യമല്ല, മനുഷ്യരുടെ സ്വഭാവത്തിൽ അന്ത്യകാലത്ത് കാണപ്പെടുന്ന ട്രേറ്റ്സ്. So the evil traits that people in the last days will manifest marks of ungodliness. ദൈവഭക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ
ആളുകളുടെ സ്വഭാവത്തിൽ കാണിക്കും. അതിന്റെ 19 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അതില് ഏറ്റവും ഒടുവിലത്തെ നോക്കി, അതിന്റെ 5-ാം വാക്യത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്വജിക്കും. അപ്പോൾ അന്ത്യകാലത്ത് ഭക്തി കാണുകയെന്നല്ല, ഭക്തിയുണ്ട്. അന്ത്യകാലത്തും ഭക്തിയുണ്ട്. അന്ത്യകാലത്തും ആളുകള് പള്ളി പോവും, അന്ത്യകാലത്തും വേദപുസ്തകം വായിക്കും, അന്ത്യകാലത്തും ഹല്ലേലൂയ പറയും, അന്ത്യകാലത്തും പാട്ടുപാടും, അന്ത്യകാലത്തും ഞങ്ങള് ആത്മാവിനും സത്യത്തിലുമാണ് ആരാധിക്കുന്നതെന്ന് പറയും, അന്ത്യകാലത്തും സ്നാനപ്പെടും. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അന്ത്യകാലത്ത് ഈ പുറമേയുള്ള വെനീർ ഓഫ് ഗോഡ്ലിനെസ്, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ഗോഡ്ലിനെസ്, ഭക്തിയുടെ ബാഹ്യമായ വേഷമുണ്ട്. അതാണ് അവിടെ പറയുന്നത്, ഭക്തിയുടെ വേഷം ധരിക്കുക. വേഷം എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്നതാണ്, പുറമേ ഉള്ളതാണ്. ദാറ്റ് വിച്ച് ഈസ് എക്സ്റ്റേണൽ. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ അതിന്റെ ശക്തി കാണുക. അപ്പോൾ അന്ത്യകാലത്ത് ഭക്തിയുണ്ട്, പക്ഷേ ആ ഭക്തിയുടെ പ്രത്യേകത ശക്തിയില്ലാത്ത ഭക്തിയായിരിക്കും. In the last days also there will be godliness, but that godliness will be powerless. ശക്തിയില്ലാത്ത ഭക്തി. എന്താ ശക്തിയില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞാൽ? ഇതിന്റെ മുകളിൽ നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ 10-18 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഭക്തിയുണ്ട്, പക്ഷേ ആളുകള് സ്വസ്നേഹികളായിരിക്കും. 1-ാം വാക്യം. ഭക്തിയുണ്ട്, പക്ഷേ സെൽഫ് സെന്റേർഡ് ആയിരിക്കും. പിന്നെ ഭക്തിയുണ്ട്, പക്ഷെ ദ്രവ്യാഗ്രഹികളായിരിക്കും. They will claim to be godly, but they will be covetous. ഭക്തിയുണ്ട്, പക്ഷെ വമ്പ് പറയുന്നവരായിരിക്കും, പൊങ്ങച്ചം പറയുന്നവരായിരിക്കും. ഭക്തിയുണ്ട്, പക്ഷെ വലിയ ഭയങ്കര പൊങ്ങച്ചക്കാരായിരിക്കും. പിന്നെ ഭക്തിയുണ്ട്, പക്ഷെ ദൂഷണം പറയുന്നവരായിരിക്കും. ഭക്തിയുണ്ട്, പക്ഷെ അഹങ്കാരികളായിരിക്കും. ഭക്തിയുണ്ടെന്ന് പറയുന്നു, പക്ഷേ അമ്മയപ്പന്മാരെ അനുസരിക്കുകയില്ല. ഭക്തിയുണ്ടെന്ന് പറയുന്നു, പക്ഷെ വാത്സല്യമില്ല. അവര് ഇണങ്ങുകയില്ല. സൽഗുണദോഷികളാണ്, ദ്രോഹികളാണ്, നിഗളികളാണ്. പിന്നെ ഭോഗപ്രിയരാണ്. ദൈവത്തെ സ്നേഹിക്കാതെ സുഖത്തെ മാത്രം സ്നേഹിക്കുന്നവരാണ്. They will be lovers of pleasure instead of being lovers of God. ഇത്രയും കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇതാണ് ഭക്തിയുടെ വേഷം. ഭക്തിയുടെ വേഷം ധരിക്കുന്നവരുടെ സ്വഭാവം. പക്ഷേ ശക്തിയില്ല. എന്താ ശക്തി? ഭക്തിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ പവർ ഓഫ് ഗോഡ്ലിനെസ്? ഇവിടെ പവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡുനാമിസ് എന്നുള്ള വാക്കാണ്. ഡുനാമിസ് എന്നുള്ള വാക്കിന്റെ നിർവചനം ഇൻഹെറന്റ് പവർ ഇൻ സംതിങ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ക്യാരക്ടർ. ഒരു സാധനത്തിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് അന്തർലീനമായിരിക്കുന്ന ശക്തി, അതാണ് ഡുനാമിസ്. Dunamis is an inherent power inside something because of its character. അതിന്റെ സ്വഭാവം അനുസരിച്ച് അന്തർലീനം, ഉള്ളിലുള്ള ഒരു ശക്തിയാണ് ഡുനാമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭക്തിക്കുള്ളിൽ ഒരു ശക്തിയുണ്ട്, ഭക്തിയുടെ അകത്തൊരു ശക്തിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഭക്തിയുടെ അകത്തുള്ള ശക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ശക്തിയാണ്. Transforming power. The dunamis inside godliness is an inherent power, that which is able to transform lives. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ഭക്തിയുടെ ശക്തി. അപ്പോ ഒരു ഭക്തി ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് എങ്ങനെ അറിയും? ഹല്ലേലൂയ പറയുന്നതിന്റെ ഒച്ചയുടെ അളവിലല്ല ഭക്തി ഫേക്കാണോ റിയലാണോ എന്ന് അറിയുന്നത്. കൈ നല്ലതായിട്ട് കൊട്ടിയോ മീറ്റിംഗിൽ ചാടിയോ അതനുസരിച്ചല്ല ഇയാൾ ഭക്തനാണോ അല്ലയോ തീരുമാനിക്കുന്നത്. നല്ലതായിട്ട് പാട്ടൊക്കെ പാടണോ ഹല്ലേലൂയൊക്കെ പറയണം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഒരുവന്റെ ഭക്തി തീരുമാനിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവനുണ്ടെന്ന് പറയുന്ന ഈ ഭക്തി അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? The godliness that he claims to have, is it transforming his life? ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യത്തിന്റെ വേറൊരു വശമാണത്. അവന്റെ ജീവിതത്തെ ഈ ഭക്തി രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന തന്നെ വെച്ച് പറഞ്ഞാൽ സ്വസ്നേഹത്തിൽ നിന്ന് അവന്റെ ഭക്തി അവനെ വിടുവിക്കുന്നുണ്ടോ? His godliness, does it deliver him from self-centered living? ഞാന്, എന്റെ ഭാര്യ, എന്റെ മക്കള്, ഞങ്ങളുടെ കാര്യം മാത്രം സ്തോത്രം. ഇതാണ് സെൽഫ് സെന്റേർഡ്നെസ്.
കിട്ടുന്ന കാശ് മുഴുവൻ ഞങ്ങൾക്ക്, എല്ലാ സൗകര്യവും ഞങ്ങൾക്ക്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് വിഷയമല്ല. അതാണ് സെൽഫ് സെന്റേഡ്നെസ്. ഈ ഭക്തി ശരിയായ ഭക്തിയാണെങ്കിൽ അതിൽ നിന്ന് ഈ ഭക്തി നിന്നെ വിടുവിക്കും. സെൽഫ് സെന്റേഡ്നെസ്സിൽ നിന്ന്, നമ്മുടെ കാര്യം മാത്രം നോക്കുന്നതിൽ നിന്ന് നമ്മുടെ ഭക്തി നമ്മെ വിടുവിക്കുന്നില്ലെങ്കിൽ നിന്റെ ഭക്തി കളിപ്പീരാണ്. ദാറ്റ് ഈസ് എ ഫേക്ക് ഗോഡ്ലിനെസ്. അത് കള്ളഭക്തിയാണ്, കപടഭക്തിയാണ്. ശരിയായ ഭക്തിക്ക് ഉള്ളിൽ ശക്തിയുണ്ട്. ആ ശക്തി എന്ത് ചെയ്യും? ആ ശക്തി മുകളിൽ പറഞ്ഞിരിക്കുന്ന ദുർഗുണങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കും. Genuine godliness, true godliness, real godliness has the capacity, the potential, the dunamis to deliver you from these evil characteristics. ഈ ദുർഗുണങ്ങളിൽ നിന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹമാണ്. ശരിയായ ഭക്തിയാണെങ്കിൽ അത് നിന്നെ ദ്രവ്യാഗ്രഹത്തിന്റെ മേൽ ജയമുള്ളവനാക്കി തീർക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ അളവിൽ ദ്രവ്യാഗ്രഹത്തിനുള്ള പ്രേരണ വരും. പണത്തെയും ലോകത്തെയും സ്നേഹിക്കാനുള്ള പ്രേരണ നമുക്ക് എല്ലാവർക്കും വരും. എന്നാൽ അതിനെ ജയിച്ചു ജീവിക്കാനുള്ള കൃപ യഥാർത്ഥ ഭക്തി നമുക്ക് തരും. നമ്മുടെ ഭക്തി ശരിയായ ഭക്തിയാണെന്നുള്ളതിന്റെ തെളിവ് പണത്തോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അത് നമ്മെ വിടുവിക്കുന്നുണ്ടോ, അതാണ് ഈ ഭക്തി ശരിയായ ഭക്തിയാണോ എന്നുള്ളതിന്റെ തെളിവ്. എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭക്തി എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭക്തിയാണ്. ഭക്തിയുടെ വേഷം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഭക്തിയുടെ ശക്തിയുണ്ടോ? ഭക്തി ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം നിന്റെ ജീവിതത്തിൽ ഈ ഭക്തി വരുത്തുന്നുണ്ടോ? അതാണ് ഈ ഭക്തി ശരിയായ ഭക്തിയാണോ അല്ലയോ, അത് വെറുതെ കാണിക്കുന്നതാണോ എന്ന് പറയുന്നത്. ഇനി 2 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുക. 2 Peter chapter 1. Peter also has a lot to talk about godliness. പത്രോസും ഈ ഭക്തിയെ കുറിച്ച് ഒത്തിരി കാര്യം പറയുന്നുണ്ട്. 2 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാം 2-3 പ്രാവശ്യം അത് പറയുന്നുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം, മലയാളത്തിൽ 3-ാമത്തെ വാക്യം നോക്കുക. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൻ us all that we need to live a godly life. അപ്പോ ഇത് പൗലോസ് അല്ല പറയുന്നത്, പത്രോസാ പറയുന്നത്. പൗലോസ് അനേകവട്ടം പറഞ്ഞു, അല്ലെ? നമ്മൾ തന്നെ എണ്ണിയല്ലോ. 5-8 പ്രാവശ്യം പൗലോസ് ഭക്തി 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 തിമോഥെയോസിനോട് പറഞ്ഞു. ഇപ്പൊ പത്രോസ് അത് തന്നെ പറയാം. പത്രോസ് എന്താ പറയുന്നേ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവം നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാക്യമാണത്. ഈ വാക്യം പറയുന്നത് God has given us all that we need to live a godly life. ദൈവഭക്തിയായി ജീവിക്കാൻ നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ദൈവം നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ദൈവം നമുക്ക് ദാനം ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ ആ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിലയേറിയ വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ട്. 1-ാം വാക്യം, we have a precious faith. അതിന്റെ താഴെ നമ്മൾ വായിക്കുന്നത് ഹിസ് ഡിവൈൻ പവർ. 3-ാം വാക്യത്തിൽ ദിവ്യ ശക്തി നമുക്കുണ്ട്. 4-ാം വാക്യത്തിൽ ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. അതിന്റെ അടുത്ത വാക്യത്തിൽ ആ വാക്യത്തിൽ തന്നെ ദിവ്യ സ്വഭാവം നമുക്കുണ്ട്. പാർട്ട്ണർഷിപ്പ് ഇൻ ഡിവൈൻ നേച്ചർ. നമ്മൾ നേരത്തെ ഈ ഭാഗം ചിന്തിച്ചിട്ടുള്ളതാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഭക്തിയായി ജീവിക്കാൻ ഒരാൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. All that we need to live a godly life. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞത്? 1, precious faith. That is one thing God has given us to live a godly life. 2-ാമത്തേത് His divine power, അവന്റെ ശക്തി. 3-ാമത്തേത് 4-ാം വാക്യത്തിൽ great and precious promises, വിലയേറിയ വാഗ്ദത്തങ്ങൾ. അതേ വാക്യത്തിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ഡിവൈൻ നേച്ചർ. ഈ 4 കാര്യം ഭക്തിയായി ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്, തന്റെ സ്വഭാവത്തിൽ പങ്കാളിത്തമുണ്ട്. അത് മാത്രമല്ല
അവന്റെ വിശ്വാസം നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ തന്നിരിക്കുന്നത്? ഭക്തിയോടെ ജീവിക്കാനായിട്ട് ഇത് തന്നിരിക്കുക. ആട്ടെ, ഇനി ആ അധ്യായത്തിൽ തന്നെ താഴോട്ട് വായിക്കുമ്പോ 7-ാമത്തെ വാക്യത്തിൽ നാം കൂട്ടേണ്ട കാര്യങ്ങളുടെ കാര്യത്തിൽ, അതായത് നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Godliness is a character that we should cultivate or we should add. Look at verse 7. ഭക്തിയും സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുക. അപ്പോ സ്ഥിരതയോട് നാം ഭക്തി കൂട്ടണം. നമ്മളെല്ലാവരും കൂട്ടണ്ട. ഡെലിബറേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് എഫേർട്ട് എടുക്കുക എന്ന് അതിന്റെ അർത്ഥം. മേക്ക് ഡെലിബറേറ്റ് എഫേർട്ട് ടു ആഡ് ഗോഡ്ലിനെസ്. ദൈവഭക്തി കൂട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് കൂട്ടണ്ട, കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണ് ദൈവഭക്തി. ഇനി 2 പത്രോസ് തന്നെ 3-ാം അധ്യായത്തിലേക്ക് വരിക. പത്രോസും ഭക്തിയെക്കുറിച്ച് പറഞ്ഞ് മടുക്കുന്നില്ല, പിന്നെയും പറയുകയാണ്. 2 പത്രോസിൽ നിന്നാണ് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവിടെ 11ഉം 12ഉം കർത്താവിന്റെ വരവിനെ കുറിച്ചും ഭാവിയിൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്നും പത്രോസ് പറയുക. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ 11-ാം വാക്യം നോക്കുക. 2 Peter 3:11. What is going to happen to the world? The return of the Lord Jesus. 11. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കർത്താവ് വരാൻ പോവുക, ആകാശം മാറിപ്പോകാൻ പോവുകയാണ്, എല്ലാം ചുട്ടഴിയാൻ പോവുക. അത് കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, അല്ലെ? പ്രവചനം എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും? 3-ാം ലോകമായുദ്ധം എന്താ? ലോകത്തിന് എന്ത് ഭവിക്കും? ആറ്റം ബോംബിടുമോ? ഇതെല്ലാം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. കർത്താവിന്റെ വരവ് വളരെ നല്ലൊരു വിഷയമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ജീവിക്കുവാൻ ഈ പ്രത്യാശ നമ്മെ സഹായിക്കണം. അപ്പൊ നമ്മുടെ പ്രത്യാശ നല്ല പ്രത്യാശയാണോ അതോ വെറുതെ ഭാവിയെ കുറിച്ചുള്ള ജിജ്ഞാസയാണോ എന്ന് എങ്ങനെ അറിയാം? എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലേ, രക്ഷിക്കപ്പെടാത്തവർക്കുണ്ട് ഭാവിയെ കുറിച്ചുള്ള ജിജ്ഞാസ. എന്റെ രക്ഷിക്കപ്പെടാത്ത ഒരു ഹൈന്ദവനായ ഒരു സ്നേഹിതൻ കുറച്ചു ദിവസം മുമ്പ് എന്നെ വിളിച്ചു ചോദിച്ചു, ഈ അന്തിക്രിസ്തു വരും എന്നൊക്കെ എങ്ങനെ നിങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ? അപ്പൊ എല്ലാ മനുഷ്യരുടെ ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ നമ്മുടെ ഇൻട്രസ്റ്റിന് ഒരു വ്യത്യാസം. എന്താ? നമ്മുടെ പ്രത്യാശ റിയൽ ആണ്, ജെനുവിനാണ്. കർത്താവ് വരും, ഈ ലോകം അഴിഞ്ഞു പോകും, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ശരിയായതാണെന്ന് തെളിയിക്കുന്ന എന്താണെന്നറിയാമോ? അങ്ങനെ ആയതുകൊണ്ട് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ജീവിക്കാൻ നാം വളരെ ബന്ധപ്പെടും. കേവലം അറിയാൻ മാത്രമേ ആഗ്രഹമുള്ളെങ്കിൽ അത് ഒരു നല്ല ലക്ഷണമല്ല, അത് വെറും ജിജ്ഞാസയാണ്. റഷ്യ ആക്രമിക്കുമോ? ഇസ്രയേൽ തോക്കുമോ? ഇതൊക്കെ കേവലം അറിയാൻ ആഗ്രഹമുള്ളെങ്കിൽ അത് ശരിയായ ജിജ്ഞാസയല്ല. ശരിയായ ജിജ്ഞാസ, ഭാവിയെക്കുറിച്ചുള്ള അറിവിനായിട്ടുള്ള ആഗ്രഹം, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അറിവിനെക്കുറിച്ചുള്ള പഠനം, അത് നമ്മെ വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാക്കി തീർക്കണം. അവർ ഇൻട്രസ്റ്റ് ഇൻ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, our interest in the knowledge concerning eschatology, things to come, that should make us live holy lives and also godly lives. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യം നോക്കുക. അത് വിശുദ്ധ ജീവനം, ഹോളി കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മിൽ ഹോളി കോണ്ടക്ട് ഉളവാക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ആക്ഷൻ, the way I live, that which rules my behavior. അതാണ് വിശുദ്ധ ജീവനം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ജീവനം എന്ന് പറഞ്ഞാൽ എന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രവൃത്തികൾ, എന്റെ ജീവിത ശൈലി. That is holy living. The way I live, that which rules my behavior. എന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകം. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഭക്തി, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഓർ സ്പിരിറ്റ് ഓഫ് റെവറൻസ്, ദാറ്റ് വിച്ച് റൂൾസ് മൈ ഹാർട്ട്.
ആറ്റിറ്റ്യൂഡ് ഓഫ് റെവറൻസ് ദാറ്റ് വിച്ച് റൂൾസ് മൈ ഹാർട്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? വിശുദ്ധ ജീവനം എന്ന് പറഞ്ഞാൽ എൻ്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നതായ എൻ്റെ ജീവിത ശൈലി, അതാണ് വിശുദ്ധ ജീവനം. ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മനോഭാവത്തെ, എൻ്റെ ഹൃദയനിലയെ ഭയമുള്ളതായി, ദൈവത്തോട് ഭക്തിയുള്ളതായി സൂക്ഷിക്കുന്ന ആ കാര്യം, അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അപ്പോ കർത്താവ് വരുന്നു എന്നുള്ള ആ ചിന്ത, ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള നമ്മുടെ താല്പര്യം, അത് നമ്മെ, it should lead us to a lifestyle of holiness. It should affect our behavior. നമ്മുടെ പെരുമാറ്റത്തെ അത് ബാധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് it should influence your heart. Reverential attitude in your heart. നിന്റെ ഹൃദയത്തിൽ ഭയത്തോടെ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു മനോഭാവം, ഹൃദയനില നിനക്ക് വേണം. അതാണ് ഭക്തി. So, true hope will generate an interest to live a godly life. How does it affect me? It will affect my behavior. It will affect my attitude. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരിക. അവിടെ വീണ്ടും പൗലോസ് വീണ്ടും ഭക്തിയുടെ കാര്യം പറയാം. Titus chapter 2 and verse 13. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ രക്ഷാകരമായ ദൈവകൃപ നമുക്ക് ഉദിച്ചു, യേശുക്രിസ്തു വഴിയുള്ള രക്ഷ നമുക്ക് ഉദിച്ചു എന്ന് അതിന്റെ മോളിൽ പൗലോസ് പറഞ്ഞിട്ട് ആ രക്ഷ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. അതിന്റെ 13-ാം വാക്യത്തിലുണ്ട്, അവിടെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് താഴെ വരുമ്പോൾ ദൈവഭക്തിയോടെ ജീവിക്കാൻ ഈ രക്ഷ നമ്മെ പഠിപ്പിക്കും. അതിന്റെ മുകളിൽ കണ്ടു 11-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. യേശുക്രിസ്തു വഴി ദൈവത്തിന്റെ കൃപ ഉദിച്ചു, രക്ഷ ഉദിച്ചു. ആ രക്ഷ സ്വീകരിക്കുന്നവരെ ഈ ദൈവകൃപ ഒരു കാര്യം ഒന്നിലധികം കാര്യമുണ്ട്, പല കാര്യങ്ങൾ പഠിപ്പിക്കും. അതിൽ നമ്മുടെ വിഷയം ഒരു കാര്യം, ഭക്തികേട് വർജിക്കുവാനും ദൈവഭക്തിയോടെ ജീവിക്കുവാനും ഈ രക്ഷ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ യേശുക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന രക്ഷ എങ്ങനെയുള്ള രക്ഷയാ? സകല ഭക്തികേടും വർജിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. So the salvation that Christ gives us will give us a desire to hate all that is ungodly. ദൈവ സ്വഭാവത്തിന് നിരക്കാത്ത സകലത്തെയും വെറുക്കാനായിട്ട്, അതാണ് ഭക്തികേട്. Anything unlike God, that is ungodliness. So this salvation will help me to hate all that is unlike God. ദൈവ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങളെ വെറുക്കാൻ ഈ രക്ഷ എന്നെ സഹായിക്കും. പിന്നെ താഴെ പറയുന്നു, ഭക്തിയോടെ ജീവിക്കാൻ ഈ രക്ഷ എന്നെ സഹായിക്കും. അപ്പൊ നമുക്ക് രക്ഷയുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഈ രക്ഷ ശരിയായ രക്ഷയാണോ? ശരിക്കും രക്ഷിക്കപ്പെട്ടോ? ശരിയായ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടോ? എന്താ അതിന്റെ തെളിവ്? യോഗത്തിന് വരുന്നു എന്നുള്ളതല്ല, അപ്പം മുറിക്കുന്നു എന്നുള്ളതല്ല, സ്നാനപ്പെടുന്നു എന്നുള്ളതല്ല, അത് ആർക്കും ചെയ്യാം. ശരിയായ രക്ഷയുടെ ഒരു തെളിവ്, it creates hatred in my heart to everything that is ungodly. ദൈവഭക്തിക്ക് നിരക്കാത്ത എല്ലാത്തിനോടും എൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് വരും. ദൈവഭക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുകയല്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെ പിന്നെയൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ വെറുപ്പ് വരും. I will develop an attitude of hatred to all that is ungodly. നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടോ? ദൈവത്തിന്റെ വഴിക്ക് നിരക്കാത്ത പാപകരമായ കാര്യങ്ങളോട് ഒരു വെറുപ്പ്, ഇഷ്ടക്കേട് നമ്മുടെ മനസ്സിലുണ്ടോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. That will develop in me an attitude of hatred towards all that is ungodly. താഴെ പറയാണ്, ഭക്തിയോടെ ജീവിക്കാൻ ഈ രക്ഷ നമ്മെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭക്തി എന്നുള്ള വിഷയം തീർന്നിട്ടില്ല, ഇനിയും പല കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരവസരത്തിൽ ഇത് പറയാം. എന്നാൽ ഇന്ന് നാം ഇവിടെ കാണാൻ ശ്രമിച്ചൊരു കാര്യം, ഭക്തി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല,
ലേഖനങ്ങളിൽ ആവർത്തിച്ച് പിന്നെയും പൗലോസും പത്രോസും ആവർത്തിച്ച് പറയുക, ദൈവഭക്തിയായിട്ട് എല്ലാവരും ജീവിക്കണം. നമ്മളത് കൂട്ടണം. ശരിയായ ദൈവഭക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിയായ ഭക്തി പിടിക്കാം. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഭക്തിയാണ് നാം പുലർത്തുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതം വഴി നമുക്ക് കാണിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കും.